2017 പുറത്തിറങ്ങിയ ചൈനീസ് ചലച്ചിത്രം നോ മാരേജിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥയെ ആരംഭിക്കുന്നത് ഗാവൂഷിൻ എന്ന യുവതിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ഗാവൂഷിൻ ഒരു അർബൻ കമ്പനിയിൽ ജോലി നോക്കുകയായിരുന്നു. അവൾക്ക് വയസ്സ് 28 ഇതുവരെ വിവാഹിതയല്ല. അന്നവൾ ഒരു ലിഫ്റ്റിൽ കയറുമ്പോൾ ലിഫ്റ്റിനകത്ത് നിറയെ വധുവരന്മാരായിരുന്നു. അവളുടെ വാക്കുകളിൽ തന്നെ കഥയെ ആരംഭിക്കുന്നു. 25 വയസ്സിന് മേളിലായ കല്യാണം നടക്കില്ലെന്നാ തോന്നുന്ന. ഞാൻ എങ്ങോട്ട് നോക്കിയാലും അവിടെ ഒക്കെ മുഴുവൻ കപ്പിൾസാ. അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും ദേഷ്യം വരും. ഇപ്പോ തന്നെ നോക്കിയ ലിഫ്റ്റിനകത്ത് ഞാൻ കൂടെ കയറിയപ്പോ സ്ഥലമില്ലെന്ന് പറഞ്ഞ് എന്നെ അവർ ഇറക്കിവിടുന്നേ. അങ്ങനൊക്കെ പറയുമെങ്കിലും വിവാഹത്തിന്റെ കാര്യത്തിൽ ഗാവൂഷൻ എപ്പോഴും കൺഫ്യൂസ്ഡ് ആയിരുന്നു. അതിന് കാരണം അവളുടെ അച്ഛനും അമ്മയുമാണ്. ചെറുപ്പത്തിൽ എല്ലാവരെയും പോലെ സാധാരണ ഒരു പെൺകുട്ടിയായിരുന്നു അവൾ. പക്ഷേ അവളുടെ അമ്മയെ അച്ഛൻ ഉപേക്ഷിച്ച് പോയതിൽ പിന്നെ വിവാഹത്തിന് മേൽ അവൾക്ക് സംശയങ്ങൾ ഉടലെടുത്തു. അതും പോരാണ്ട് വളർന്നു കഴിഞ്ഞ് അവളൊരു റിലേഷൻഷിപ്പിലായപ്പോൾ അവളുടെ ബോയ്ഫ്രണ്ട് തനിക്ക് മറ്റൊരു പെൺകുട്ടി ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവളെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു. അതോടെ വിവാഹത്തിലും പ്രണയത്തിലുമുള്ള അവളുടെ പൂർണ്ണമായ വിശ്വാസവും നഷ്ടപ്പെട്ടു. അതോടെ ബിസിനസ്സിൽ നല്ല രീതിയിൽ ശ്രദ്ധ കൊടുത്ത് ജോലിയിൽ വളർന്ന് ഉന്നതിയിലെത്തണം എന്നവൾ ആഗ്രഹിക്കാനും അതിനുവേണ്ടത് ചെയ്യാനും തുടങ്ങി. തൊട്ടു പിന്നാലെ നമ്മൾ ലൂ റോഞ്ചർ എന്നു പേരുള്ള യുവാവിനെ പരിചയപ്പെടുന്നു. 26 വയസ്സുകാരൻ ലൂ റോഞ്ചർ ഗെയിമിലൊക്കെ വലിയ താല്പര്യമുള്ള പയ്യനാണ്. ചെറുപ്പം തൊട്ടേ ഗെയിമിന്റെ കാര്യത്തിൽ അവൻ വലിയ ആവേശഭരിതനായിരുന്നു. എല്ലാ ഗെയിമിലും രാജകുമാരൻ പോയി രാജകുമാരിയെ രക്ഷപ്പെടുത്തുന്ന, കാമുകൻ പോയി കാമുകിയെ രക്ഷപ്പെടുത്തുന്ന കഥകളാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ പ്രണയത്തിലും വിവാഹത്തിലും അവന് വലിയ താല്പര്യവും എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അടുത്തൊരു ദിവസം ലൂ റോഞ്ചർ പുറത്തേക്കിറങ്ങുകയാണ്. ഇതേസമയം മറ്റൊരു വശത്ത് ഗാവൂഷിനും പുറത്തെവിടെയോ പോകുവാൻ ഇറങ്ങുന്നുണ്ട്. ഇരുവരും ഒന്നിച്ചെത്തിയത് ഒരേ ഇടത്തേക്കായിരുന്നു. ഡോർ തുറന്നിട്ടില്ല. ഇരുവരും പുറത്ത് കാത്തുനിന്നു. ഗാവൂഷിൻ ഒരു സിഗരറ്റ് എടുത്ത് പുകയ്ക്കാൻ ആരംഭിച്ചു. ലൂ റോഞ്ചർ അതിന്റെ മണം സഹിക്കാതെ മൂക്കടച്ചു പൊത്തി. വൈകാതെ ആ സ്ഥാപനം തുറന്നു. അതൊരു റെസ്റ്റോറന്റ് ആയിരുന്നു. ഇരുവരും അകത്തേക്ക് കയറി 2 സീറ്റുകളിൽ ഇരുന്നു. അവർ വന്നതിന് ഒരു പ്രത്യേക കാരണം തന്നെ ഉണ്ടായിരുന്നു. രണ്ടുപേരും അന്നൊരു ബ്ലൈൻഡ് ഡേറ്റിനായി എത്തിയിരിക്കുന്നതാണ്. വൈകാതെ ഗാവൂഷിൻ ഡേറ്റ് ചെയ്യാനെത്തിയ വ്യക്തി വന്നു. അയാൾ അവളോട് സംസാരിക്കാനും തുടങ്ങി. തന്റെ ഭാര്യ മറ്റൊരാളോട് കൂടി ഓടിപ്പോയെന്നും അതുകൊണ്ടാണ് താൻ രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ ചിന്തിക്കുന്നത് എന്നും അയാൾ പറഞ്ഞു. ഗാവൂഷിൻ പിന്നാലെ തന്റെ ഉദ്ദേശം വ്യക്തമാക്കി. തനിക്കങ്ങനെ ഒരു യഥാർത്ഥ വിവാഹം കഴിക്കാനൊന്നും ഉദ്ദേശമില്ലെന്നും തന്റെ കമ്പനിയിൽ ഓവർസീസ് വർക്കിനും മറ്റു കാര്യങ്ങൾക്കും പോകണമെങ്കിൽ അവർക്ക് ഫാമിലി ഉണ്ടാകണം, അവർ വിവാഹിതരായിരിക്കണം എന്ന നിയമമുണ്ടെന്നും അതുകൊണ്ട് ഒരു ടെമ്പററി മാരേജ് ആണ് താൻ ഉദ്ദേശിക്കുന്നതെന്നും 3 മാസത്തേക്ക് ഒരു കോൺട്രാക്ട് മാരേജ് പോലൊന്ന് എന്നും അവൾ വ്യക്തമാക്കി. പക്ഷെ ഡേറ്റിനായി വന്ന വ്യക്തി നിങ്ങൾ എന്തായി പറയുന്നേ എന്നൊക്കെ തിരികെ ചോദിക്കുകയായിരുന്നു ചെയ്തത്. ഇതേസമയം ലൂ റോഞ്ചർ കാണാനെത്തിയ ലേഡി എത്തിയിരുന്നു. അവൻ ഉണ്ടാക്കുന്ന ഗെയിമിന് അവനൊരു മോഡൽ വേണം. അതിനു വേണ്ടിയിട്ടായിരുന്നു അവൻ ഡേറ്റിനായി എത്തിയിരുന്നത്. ലൂ റോഞ്ചർ വന്ന പെൺകുട്ടിയുടെ അടുത്ത് തന്റെ ഗെയിം ഡെവലപ്പ് ചെയ്യാൻ തനിക്കൊരു മോഡൽ വേണം, അതിനാ താൻ ബ്ലൈൻഡ് ഡേറ്റിന് വന്നത് എന്ന് പറഞ്ഞതും എന്നെ കണ്ട എന്താ പൊട്ടിയെ പോലെ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ട് ആ പെൺകുട്ടി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ഗാവൂഷൻ ആകട്ടെ വേറെയും പെൺകുട്ടികളെ ബ്ലൈൻഡ് ഡേറ്റിന് അന്നത്തെ ഡേറ്റിൽ ക്ഷണിച്ചിരുന്നു. കാരണം ആരും എളുപ്പത്തിൽ തന്റെ ഗെയിമിന് മോഡലാവും എന്നവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇതൊക്കെ ഗാവൂഷിനും കാണുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടുനിന്ന് അവിടുണ്ടായിരുന്ന ഗാവൂഷിനിന്റെ പരിചയക്കാരി ഗാവൂഷിനടുക്കൽ കണ്ടിട്ട് നിങ്ങൾ രണ്ടുപേരും ഒരേ ആവശ്യക്കാരെ പോലെയുണ്ട്, നിങ്ങൾ തമ്മിലൊരു കോൺട്രാക്ട് ഉണ്ടാക്കിയാൽ എന്താ എന്ന് ചോദിച്ചു. അതോടെ ഗാവൂഷിൻ ലൂ റോഞ്ചറിന്റെ അടുത്ത് ചെന്ന് സംസാരിച്ചു. ഗാവൂഷിൻ തന്റെ കാര്യവും ലൂ റോഞ്ചർ തന്റെ ആവശ്യവും പറഞ്ഞു. ഇരുവരും തമ്മിലൊരു കരാറുണ്ടാക്കി. അടുത്ത ദിവസം ആ കരാറിന്റെ ഭാഗമായി റോഞ്ചറിനൊപ്പം ഗാവൂഷിൻ ഒരിടത്തെത്തി. തന്റെ ഗെയിമിലെ ഒരിടം ഇവിടെയാണെന്നും ഇവിടെ നിന്നും അവളുടെ കുറച്ച് റിയാക്ഷൻസ് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുമായിരുന്നു ലൂ റോഞ്ചർ അവളോട് പറഞ്ഞത്. അപ്പോൾ അതാ ഒരു പെട്ടിക്കുള്ളിൽ കയറി 2 പേർ വരുന്നു. ഗാവൂഷിനെ ആകെ എന്തോ പോലായി. ഇതെന്താ ഇങ്ങനൊക്കെ എന്ന് ചോദിച്ചതും ഇതൊരു മെന്റൽ ഹോസ്പിറ്റലാണ് എന്നായിരുന്നു അവന്റെ മറുപടി. അവരിരുവരും ഹോസ്പിറ്റലിന്റെ അകത്തെത്തിയതും മറ്റൊരു രോഗി കടന്നു വന്നു. ഗാവൂഷൻ വല്ലാതെ ഭയപ്പെട്ടു. എന്തിനാ നീ ഇവിടെയൊക്കെ ഗെയിം ഡെവലപ്പ് ചെയ്യുന്നേ, വേറെ എന്തൊക്കെ ഇടമുണ്ടായിരുന്നു എന്ന് ഗാവൂഷൻ പറഞ്ഞതും ഭയപ്പെടണ്ടെന്ന് പറഞ്ഞ് ലൂ റോഞ്ചർ അവളെ ഒരു ഗ്ലാസ് അണിയിപ്പിച്ചു. ആ ഗ്ലാസ് ധരിച്ചതിന് ശേഷം അവളുള്ള എല്ലാം മനോഹരമായി അവൾക്ക് കാണാൻ അനുഭവപ്പെട്ടു. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് ഒരു രോഗി സ്വയം ഡോക്ടർ എന്ന് പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്യുന്നതും മറ്റും അവർ കാണുന്നത്. അവർ കണ്ടതും ആയുധവും എടുത്ത് അവൻ അവർക്ക് നേരെ പാഞ്ഞു. അവർ ഭയന്നോടി ഒളിച്ചു നിന്നു. നിന്റെ പ്ലാൻ എന്താ ഇനി എന്നവൾ ചോദിച്ചതും എന്തായാലും നമ്മൾ ഗെയിം കളിക്കാൻ പോവല്ലേ, നമുക്ക് കളിച്ചേക്കാം എന്നവൻ പറഞ്ഞു. അതൊരു അനിമേഷൻ 3D വേൾഡാക്കി അവൻ മാറ്റി. അതിൽ രസകരമായി ഇരുവരും കളിക്കാനും ആരംഭിച്ചു. പിന്നീടും ഗെയിം തുടരുമ്പോൾ അവിടുത്തെ 2 പേഷ്യൻസിന് വിവാഹം നടക്കുന്ന പോലെ ചിത്രീകരിക്കപ്പെട്ടിരുന്നു. അത് കണ്ട്
ചിരിയോടെ ഗാവൂഷിൻ അവനടുക്കൽ ഇതും നീയാണോ ക്രിയേറ്റ് ചെയ്തത് എന്ന് ചോദിച്ചു. അതെ എന്നായിരുന്നു അവന്റെ മറുപടി. ഇവിടെയുള്ള പേഷ്യൻസ് വിവാഹം കഴിച്ച അവരുടെ മനോനില എന്താകും എന്നെനിക്കറിയണമല്ലോ, അതുകൊണ്ട് താനാ ഇത് സെറ്റ് ചെയ്തത് എന്നവൻ കൂട്ടിച്ചേർത്തു. അവര് സന്തോഷത്തോടെ ജീവിക്കുമായിരിക്കുമല്ലേ? അതെ എന്നാ ഞാനും കരുതുന്നേ എന്നായിരുന്നു ഗാവൂഷിൻ പറഞ്ഞപ്പോൾ ലൂ റേഞ്ചർ മറുപടി നൽകിയത്. അവിടെ ഒരു പേഷ്യൻ വയലിൻ വായിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. അതും ആസ്വദിച്ച് ഗാവൂഷിൻ കുറച്ചുനേരം അവിടെ തുടർന്നു. അടുത്ത ദിവസം ഓഫീസിൽ ഓവർസീസ് പ്രോജക്റ്റിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യപ്പെട്ടിരുന്നു. അതിന് എലിജിബിലിറ്റി നേടുവാൻ ഓഫീസിനകത്ത് ഒരു മത്സരം തന്നെ ഉണ്ടായിരുന്നു. മുൻനിരയിൽ ഉണ്ടായിരുന്നത് ഗാവൂഷിനും ഗാവൂഷിന്റെ എക്സ് ബോയ് ഫ്രണ്ടുമായിരുന്നു. ഗാവൂഷിന് ഒരു ബോയ് ഫ്രണ്ട് പോലും ഇല്ലാത്തതിനാൽ പുറത്തു പോകാനുള്ള ചാൻസ് എന്തായാലും അവൾക്ക് ലഭിക്കില്ല എന്ന തരത്തിൽ അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് പുച്ഛത്തോടെ അവളെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. ഹെഡാകട്ടെ മീറ്റിംഗിനൊടുവിൽ ഇപ്പോൾ സെലക്ഷൻ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മാസം അവസാനത്തോടെ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാം എന്ന് പ്രഖ്യാപിച്ച് മീറ്റിംഗ് പിരിച്ചുവിട്ടു. എല്ലാവരും പോയപ്പോൾ ഗാവൂഷിനെ ഹെഡ് പിടിച്ചു നിർത്തി അവളുമായി സംസാരിച്ചു. ഇവർക്കിടയിൽ ഏറ്റവും മികച്ചത് നീയാണ്, നീ അതിന് സെലക്ട് ആവും എന്നാ ഞാൻ കരുതിയിരുന്നതും. പക്ഷെ നിനക്ക് ബോയ് ഫ്രണ്ടും ഫാമിലിയും ഒന്നുമില്ലല്ലോ, പിന്നെ എങ്ങനെയാ ചാൻസ് ലഭിക്കും? അത്രയും മേഡം പറഞ്ഞതും അവൾ മറുപടി പറഞ്ഞു, മേഡത്തിന് അറിയില്ലേ എനിക്കിപ്പോ ബോയ് ഫ്രണ്ട് ഉണ്ട്. ഓ റിയലി? എനിക്കറിയില്ലായിരുന്നു. അപ്പോ നീയും ബോയ് ഫ്രണ്ടും കൂടി എന്തായാലും എന്റെ മാരേജ് ഫംഗ്ഷന് വരണം എന്ന് പറഞ്ഞ ബോസ് അവളെ ക്ഷണിച്ചു. വിവരമറിഞ്ഞ് ഗാവൂഷിന്റെ എക്സ് ബോയ് ഫ്രണ്ട് ആകട്ടെ ഗാവൂഷിനെ പിന്നാലെ ചെന്ന് ചോദിക്കാൻ തുടങ്ങി, നീ ആ ചാൻസ് കിട്ടാൻ മനഃപൂർവ്വം നുണ പറഞ്ഞതല്ലേ? നിനക്ക് ബോയ് ഫ്രണ്ട് ഒന്നുമില്ലെന്ന് എനിക്കറിയാമല്ലോ. നീ എന്ത് വിചാരിച്ച് നീയുമായി ബ്രേക്കപ്പ് ആയ ഞാൻ നിന്നെ തന്നെ ചിന്തിച്ചിരിക്കുന്നു. എനിക്ക് വേറെ ബോയ് ഫ്രണ്ട് ഉണ്ടാവില്ലെന്നോ? നീയും നിന്റെ പുതിയ ഗേൾഫ്രണ്ടും തമ്മിലുള്ള കല്യാണം എപ്പോഴാ? എനിക്കെന്തായാലും ഇൻവിറ്റേഷൻ അയക്കാൻ പ്ലാൻ ഉണ്ടാവുമല്ലോ. അയക്കണ്ട കേട്ടോ, കാരണം ഞാനപ്പോ ഈ ഓവർസീസ് പ്രൊജക്ട് നേടി ഓസ്ട്രേലിയയിലായിരിക്കും. ശരി എന്ന് പറഞ്ഞ് ഒരു പുച്ഛ ചിരിയോടെ ഗാവൂഷിൻ മുന്നോട്ട് നടന്നു. അന്ന് വൈകുന്നേരം ഗാവൂഷിൻ തിരികെ വീട്ടിലെത്തി. ഗാവൂഷിൻ വീട്ടിലെത്തുമ്പോൾ അമ്മയും അവിടെ ഉണ്ടായിരുന്നു. ഗാവൂഷിൻ ഭക്ഷണം കഴിക്കാനിരുന്നു. അമ്മ അടുത്തു വന്നിരുന്ന് പറയാൻ തുടങ്ങി, നീ എന്തിനാ മോളെ ഇവിടെ ഇങ്ങനെ തനിച്ച് താമസിക്കുന്നേ? എന്റെ കൂടെ വന്ന് താമസിച്ചുകൂടെ? അതൊന്നും കുഴപ്പമില്ലമ്മ, ഇവിടെ ഞാൻ കംഫോർട്ടബിൾ ആയിട്ട് ജീവിക്കുന്നേ എന്നായിരുന്നു അവളുടെ മറുപടി. നിന്റെ ആന്റി ഒരു കല്യാണക്കാരൻ പറഞ്ഞിരുന്നല്ലോ, അത് നമുക്ക് നോക്കിയാലോ എന്നമ്മ ചോദിച്ചതും, എന്റെ പൊന്നമ്മ കല്യാണത്തിന്റെ കാര്യമൊന്നും സംസാരിക്കല്ലേ എന്ന് പറഞ്ഞവൾ ഒഴിഞ്ഞു മാറി. അടുത്ത ദിവസം ഓഫീസിൽ ഇരിക്കുമ്പോൾ ഗാവൂഷിന് ഒരു കൊറിയർ ബോക്സ് വന്നു. ലൂറോ അയച്ച ഒരു ഗിഫ്റ്റ് ബോക്സ് ആയിരുന്നു അത്. അവൾ ആ ബോക്സ് തുറന്നു. കണ്ണടയും അതിൽ നിന്നുണ്ടായിരുന്ന സാധനവും എടുത്ത് താഴെ വെച്ചു. അതിൽ നിന്നും ഒരു അനിമേഷൻ വീഡിയോ പ്ലേ ആവാൻ ആരംഭിച്ചു. ആ ഗിഫ്റ്റിന്റെ കൂട്ടത്തിൽ ലഞ്ചും ഉണ്ടായിരുന്നു. ഗിഫ്റ്റ് കിട്ടുമ്പോഴുള്ള കാമുകിയുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്നത് റെക്കോർഡ് ചെയ്യാനാണത്രേ താൻ അത് അയച്ചതെന്ന് അവൻ കൂട്ടിച്ചേർത്തിരുന്നു. അവൻ അയച്ച കുട്ടി റോബോട്ട് ഭക്ഷണത്തിന്റെ അടുത്തേക്ക് വന്ന് അതിൽ നിന്നും ശബ്ദം കേട്ടു, ഈ ഭക്ഷണം ഹെൽത്തിയാ, ഇതാ നീ കഴിക്കേണ്ടത് എന്നായിരുന്നു അത്. ആ സമയം അങ്ങോട്ടേക്ക് ഗാവൂഷിന്റെ എക്സ് ലവർ കടന്നു വന്നു. ഗിഫ്റ്റും അതെല്ലാം കണ്ടതും എക്സ് ലവർ അവളോട് പറഞ്ഞു, ഓ നീ പറഞ്ഞ പോലെ ശരിക്കും നിനക്കിപ്പോ ബോയ് ഫ്രണ്ട് ഉണ്ടല്ലേ? എന്തായാലും നമ്മൾ കഴിഞ്ഞൊരു 2 കൊല്ലത്തോളം റിലേഷൻഷിപ്പിലായിരുന്നല്ലോ. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, നിനക്ക് ഈ ലവ് എന്നൊന്നും പറഞ്ഞാൽ ഇഷ്ടമല്ല, വിവാഹത്തോടും താല്പര്യവുമില്ല. അപ്പൊ പിന്നെ ഇതെന്താ സംഭവം? ദേഷ്യത്തോടെ എഴുന്നേറ്റിയവൾ, ഇപ്പൊ ഇവിടെ നിന്നൊന്ന് കടന്നു പോകാമോ എന്ന് ചോദിച്ച് എക്സ് ലവറോട് ദേഷ്യപ്പെട്ടു. എക്സ് ലവർ പോവുകയും ചെയ്തു. അവൻ കൊടുത്തുവിട്ട ചെറിയ റോബോട്ടിൽ മൈക്രോഫോണും മറ്റും ഉണ്ടായിരുന്നു. അതിനെ നോക്കി അവൾ സംസാരിച്ചു, ഞങ്ങളുടെ ബോസിന്റെ മാരേജ്, എന്നെയും നിന്നെയും ബോസ് ക്ഷണിച്ചിട്ടുണ്ട്, നമുക്കൊന്നിച്ചു പോകണം, ഞാൻ വന്ന് നിന്നെ പിക്കപ്പ് ചെയ്തോളാം. അത് കേട്ട ലൂറോഞ്ചറും അതിനൊക്കെ പറഞ്ഞു. വൈകാതെ മാരേജിന്റെ ദിവസം അവനെ പിക്കപ്പ് ചെയ്യുവാൻ അവൾ അവന്റെ ഇടത്തേക്കെത്തി. അവന്റെ സ്വഭാവങ്ങൾ പോലെ റോബോട്ടും ഒക്കെ പ്രദർശിപ്പിച്ചിരുന്നൊരു വീടായിരുന്നു അത്. ലൂറോഞ്ചർ ആകട്ടെ അതിനു മുമ്പ് അത്തരത്തിൽ ഫംഗ്ഷൻ ഒന്നും പോയിട്ടില്ലാത്ത കൊണ്ട് ഏത് വസ്ത്രമാ ധരിക്കേണ്ടത് എന്നൊക്കെ ആലോചിച്ച് കൺഫ്യൂസ്ഡായി നിൽക്കുകയായിരുന്നു. ഒടുവിൽ ഗാവൂഷിൻ തന്നെ അവൻ ഏത് ഡ്രസ്സ് ധരിക്കണം എന്നതിൽ ഹെൽപ്പ് ചെയ്യാൻ ആരംഭിച്ചു. കുറച്ചു കഴിഞ്ഞതും അവിടെ ഒരു വോയിസ് കേട്ടു, മാസ്റ്റർ സമയമായി, പോകുന്നില്ലേ എന്നായിരുന്നു അത്. ഇതെന്താ ഇത്? പെട്ടെന്ന് ഗാവൂഷിൻ ചോദിച്ചു. ആ ഒരു മിനിറ്റ്, ഞാൻ നിനക്ക് പരിചയപ്പെടുത്താം എന്ന് പറഞ്ഞ് ലൂറോഞ്ചർ തന്റെ അസിസ്റ്റന്റിനെ ഗാവൂഷിനെ പരിചയപ്പെടുത്തി. ഒരു അനിമേറ്റഡ് ഹോളോഗ്രാം രൂപമായിരുന്നു അത്, ഒരു പെൺകുട്ടിയുടെ രൂപം. ഇതാണ് തന്റെ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ് ലൂറോഞ്ചർ ഗാവൂഷിന് അവളെ പരിചയപ്പെടുത്തി. ഇത് കൊള്ളാലോ, അടിപൊളിയായിട്ടുണ്ട് എന്ന് ഗാവൂഷിൻ പറഞ്ഞതും, ഇവളുടെ പേര് ആംബർ എന്നാണ് എന്ന് ലൂറോഞ്ചർ പറഞ്ഞു. ഗാവൂഷിനും ആംബറും പരിചയപ്പെട്ടു. പിന്നാലെ ഗാവൂഷിനെ കണ്ടിട്ട് അത്ര ഹാപ്പി ആയിട്ട് തോന്നുന്നില്ലല്ലോ, നിന്നെ ഞാൻ സന്തോഷപ്പെടുത്താം എന്ന് പറഞ്ഞ് ആംബർ ഗാവൂഷിനെ ഇരുത്തി പാട്ടുപാടാനും ഡാൻസ് കളിക്കാനും ഒക്കെ ആരംഭിച്ചു. ആംബറെ പറ്റി ലൂറോഞ്ചർ ഗാവൂഷിനെ വിശദീകരിച്ചു കൊടുത്തു. ഹോളോഗ്രാം ആനിമേഷൻ ആണെങ്കിലും ഇവളും ഒരു സാധാരണ പെണ്ണിനെ പോലെയാ, ഇവൾക്കും ഇമോഷൻസ് ഒക്കെയുണ്ട്. ഒരു ദിവസം ഫുള്ള് ഇവളുടെ ഒപ്പം ചിലവഴിച്ചിട്ട് അടുത്ത ദിവസം ഇവളെ കാണാൻ വന്നില്ലേ, ഇവളെ വിളിച്ചില്ലേ, ഇവൾ അപ്പോ പിണങ്ങും.
തുടങ്ങും. ഇവളിങ്ങനെ ഇരുന്ന് ഇവൾക്ക് വെയിറ്റ് വന്നെന്ന് തോന്നിയ ഇവള് തന്നെ എഴുന്നേറ്റ് എക്സസൈസ് ഒക്കെ ചെയ്യും. നമ്മളും ഇവളോടൊപ്പം എക്സസൈസ് ചെയ്യണം, ഇല്ലെങ്കിലോ അവൾ ഡിപ്രസ്ഡ് ആവും. ഞാൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗെയിമിന്റെയും സോഫ്റ്റ്വെയറിന്റെയും ഭാഗമായി ഇവൾ ലോ റേഞ്ചർ കൂട്ടിച്ചേർത്തു. ഇതുപോലൊരു പെൺകുട്ടി കൂടെയുണ്ടെങ്കിൽ ആരും താൻ തനിച്ചാണെന്ന് തോന്നില്ലല്ലോ എന്നും അവൻ പറഞ്ഞു. പിന്നാലെ അവൻ അവളോടൊരു ചോദ്യം ചോദിച്ചു, നിനക്ക് പ്രണയം എന്താണെന്ന് അറിയാമോ? എക്സ് ലവറും കുറച്ചു മുമ്പ് അതേ കാര്യമായിരുന്നല്ലോ ചോദിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവനടുത്ത് വന്നിരുന്ന് അവൾ പറയാൻ തുടങ്ങി, പ്രണയം എന്താന്നൊക്കെ എനിക്കറിയാം. കൂടെയുള്ള ഒരാളെ, അത്രമേൽ ഇഷ്ടമുള്ള ഒരാളെ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കില്ലേ, അതാണ് പ്രണയം. അവൻ അടുത്തേക്ക് വന്ന് അവൾ ഒന്നുകൂടി പറഞ്ഞു, നിനക്ക് പിന്നെ അതിനെപ്പറ്റി ഓർത്ത് വറി ചെയ്യണ്ടല്ലോ, നിനക്കങ്ങനെ ആരുമില്ലല്ലോ, നിന്റെ ലോകം തന്നെ ഗെയിമും വേറെ എന്തൊക്കെയോ അല്ലേ. അതവനെ ചിന്തയിലാഴ്ത്തി. അന്ന് മുഴുവൻ അവൻ അത് തന്നെയായിരുന്നു ആലോചിച്ചത്. എന്തിനാ അവൾ അങ്ങനെ പറഞ്ഞത് എന്നവൻ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. എന്തായിരിക്കും ഇനി സംഭവിക്കുക? ഗാവോ ഷിന്നും ലോ റേഞ്ചറും പ്രണയത്തിലാകുമോ? തുടർന്ന് കാണുവാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.